നിങ്ങളൊരു എക്കണോമിക്സ് വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായിട്ട് സംവദിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അല്ലെ. നിങ്ങൾക്കൊരു IIT കാരനാവണോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗേറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ളത് അല്ലെ. സോ ഗേറ്റ് ഇൻ എക്കണോമിക്സ് എക്സാം എന്താണെന്നും അത് എങ്ങനെയാണെന്നും അതിന്റെ സിലബസ് എന്താണെന്നും അതിന്റെ പാറ്റേൺ എന്താണെന്നുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു BA ചെയ്യുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് IITകളിൽ PGയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും. അതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3ാമത്തെ വർഷം അല്ലെങ്കിൽ 4ാമത്തെ വർഷം യുജിക്കാരായിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അഥവാ ഫൈനൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗേറ്റ് എക്കണോമിക്സ് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് IITകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു PG ചെയ്യുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD ആണ് IITകൾ നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് PhDക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതിക്കൊണ്ട് IITകളിൽ PhDക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം PGയിലേക്കും PG ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം PhDയിലേക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, IITകളിൽ ഗേറ്റ് എക്കണോമിക്സ് എന്ന എക്സാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് കണ്ടക്ടഡ് വൺസ് ഇൻ എ ഇയർ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദർ ഇസ് നോ ഏജ് ബാർ, ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ഏത് ഏജിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ IITയിൽ പഠിക്കാനുള്ള സ്വപ്നം വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് എക്കണോമിക്സ് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വിത്ത് 3 hours ഓഫ് ഡ്യൂറേഷൻ. 3 മണിക്കൂറായിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 65 ക്വസ്റ്റ്യൻ വിത്ത് ടോട്ടൽ ഓഫ് 100 മാർക്ക്. 100 മാർക്കിന്റെ 65 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വിൽ ബി 1 മാർക്ക് ഓർ 2 മാർക്ക്. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസും ഈ എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ദാറ്റ് ഈസ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഗേറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, നൗ വാട്ട് ആർ ദി പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ? ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റ് എക്കണോമിക്സിൽ ചോദിക്കുന്നത് നോക്കാം. See here, the first one is general aptitude. General aptitude നിങ്ങൾ മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ. നിങ്ങളുടെ ലാംഗ്വേജ് അനലിറ്റിക്കൽ സ്കിൽ എന്താണെന്നുള്ളതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിന്റെ കോഡ് GA, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കോഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ 5 ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെയും അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ 2 മാർക്കിന്റേതായിട്ട് ടോട്ടൽ 5 + 10 വിച്ച് ഈസ് ഈക്വൽ ടു 15 ടോട്ടൽ മാർക്ക് ആയിട്ടുള്ളതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഏരിയ റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ പാർട്ടിൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് കാറ്റഗറി B1 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 5 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 10 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും ടോട്ടൽ 25 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ശരിക്ക് റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ കാറ്റഗറിയിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് 3ാമത്തെ കാറ്റഗറി എക്കണോമിക്സ് ഏരിയയിൽ നിന്നാണ്. സോ എക്കണോമിക്സ് ഏരിയയിലെ ഒരു എക്സ്പെർട്ടൈസ് ആയിരിക്കണം നിങ്ങൾ. 60 മാർക്ക് ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിലൊരു 20 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെയും അതുപോലെ തന്നെ 20 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെയും അങ്ങനെ ടോട്ടൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റ് എക്കണോമിക്സിൽ എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ 3 പാർട്ടുകൾ, ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇങ്ങനെ 3 പാർട്ടുകൾ എന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഗേറ്റ് എക്സാമിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വി ഹാവ് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ഹിയർ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 1 മാർക്ക് MCQ ഉണ്ട്, അതുപോലെ തന്നെ 2 മാർക്കിന്റെ MCQ ഉണ്ട്. 1 മാർക്കിന്റെ MCQ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്ക്. 2 മാർക്കിന്റെ MCQ ആണെന്നുണ്ടെങ്കിൽ അതിൽ 2/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. സോ MCQ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറി MSQ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. എന്താണ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ? ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസിനാണല്ലേ ആൻസർ ആണ് ശരിക്കും മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ എന്നുള്ള പറയുന്നത്. അത് 1 മാർക്കിന്റെ ഉണ്ട്, 2 മാർക്കിന്റെ ഉണ്ട്, പക്ഷെ ദർ ഈസ് നോ നെഗറ്റീവ് മാർക്ക്. ഈ കാറ്റഗറിയിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. സോ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. 3ാമത്തെ ഒരു കാറ്റഗറി ഇറ്റ് ഈസ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് അഥവാ NA
NAT ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ ഇങ്ങനെയുള്ള 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റ് ഇൻ എക്കണോമിക്സിൽ ചോദിക്കുന്നത്. MCQ ഉണ്ട്, MSQ ഉണ്ട്, അതുപോലെ തന്നെ NAT ക്വസ്റ്റ്യൻസ്. ഓക്കെ, നൗ വാട്ട് ആർ ദി സിലബസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? എക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന സിലബസ് ആണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, പബ്ലിക് എക്കണോമിക്സ്, ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഇക്കണോമി. ഇത്രയാണ് എക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്ന് സിലബസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സിലബസ് ഫോക്കസ് ചെയ്തിട്ട് ഡീറ്റെയിൽ സിലബസ് നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ബുക്കുകൾ, റെഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ബുക്കുകൾ ഏതൊക്കെ നോക്കാം. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് കോഡ്സനസിന്റെ ബുക്കുകളോ അല്ലെങ്കിൽ ഹാൾ വേരിയൻസിന്റെ ബുക്കോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ മാക്രോ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രോയൻ ആൻഡ് ഗ്രിഗോറി മാങ്ക്യൂ, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 2 ബുക്കുകളാണ് മാക്രോ എക്കണോമിക്സിൽ, ഫ്രോയന്റെയും അതുപോലെ തന്നെ ഗ്രിഗോറി മാങ്ക്യൂവിന്റെയും. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് അത് ക്രോക്സ്റ്റൺ ആൻഡ് ക്രൗദന്റെ ബുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. അതുപോലെ എക്കണോമെട്രിക്സ് ഗുജറാത്തിയുടെ ബുക്ക്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് ഡൗളിംഗ് എഡ്വേർഡ് ടി ഡൗളിങ്ങോ അല്ലെങ്കിൽ സെഡസ്റ്റന്റെയോ ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് ബോ സെഡസ്റ്റൻ ആൻഡ് സാൽവട്ടോർ, ഈ 2 ബുക്കുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കുകളാണ്. പബ്ലിക് എക്കണോമിക്സിന് വേണ്ടിയിട്ട് മസ്ഗ്രേവിന്റെ ബുക്കുകളോ അല്ലെങ്കിൽ HL ഭാട്ടിയ. അതുപോലെ ഡെവലപ്മെന്റ് എക്കണോമിക്സിന് പോപ്പുലർ ആയിട്ടുള്ള തിരുവാൾ ബുക്ക്. അതുപോലെ ഇന്ത്യൻ ഇക്കണോമിക്ക് വേണ്ടിയിട്ട് മിശ്ര ആൻഡ് പുരി ഓർ ഉമാ കപിള, അതുപോലെ തന്നെ ദത്താൻ സുന്ദരം ഓർ ദത്താൻ മഹാരാജൻ. സോ ഇത്രയും ബുക്കുകളാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സിലബസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്കുകൾ. ഓക്കെ, സോ ഇത്രയും സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്കുകൾ ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെ, റീസെന്റ് ആയിട്ടാണ് ഈ ഒരു എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2021 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഗേറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ള എക്സാം. നിങ്ങളുടെ റീസണിങ്, നിങ്ങളുടെ ലോജിക്ക്, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി എല്ലാം മെഷർ ചെയ്യുന്നതിന് പുറമെ തന്നെ എക്കണോമിക്സിലെ എക്സ്പെർട്ടൈസും ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കുക. നിങ്ങൾക്ക് അതിലുപരി നിങ്ങൾക്കൊരു IIT കാരൻ ആവാൻ എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും ഈ ഒരു ഗേറ്റ് എക്സാം എഴുതുന്നതിലൂടെ. ഐ വിഷ് യു വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.